അപ്പൊ ഒന്നാമതായി ദുആയിൽ നമ്മൾ ചെയ്യാനുള്ളത് അവന്റെ റഹ്മത്തിനെ പറ്റി പറയുക, അവന്റെ കാരുണ്യത്തെ പറ്റി പറയുക, അവനെ പരമാവധി നമ്മൾ പുകഴ്ത്തുക. ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പ്രവാചകനിലേക്ക് മടങ്ങി വരാ. സഹോദരങ്ങളെ, മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ പള്ളിയിൽ ഇരിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, ഇമാം തുർമുദി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന വേദിയിൽ സഹാബത്ത് ചുറ്റുവട്ടത്തും ഇരുന്ന റിസാലത്തിന്റെ ആ പൂമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോ ഒരു അറാബിയായ ഒരു മനുഷ്യരതാ കടന്നു വരികയാണ്. വിവരം കുറഞ്ഞവനാ, പാണ്ഡിത്യത്തിന്റെ പാപ്പരത്വമേറിയ അറാബിയായ ഗ്രാമീണനായ ആദിവാസിയായ ഒരു മനുഷ്യൻ കടന്നു വരികയാ. അയാൾ കടന്നു വന്ന് റസൂലുള്ളാഹി സഹാബത്തും ഇരിക്കുമ്പോ അവിടെ വന്ന് നമസ്കാരം നിർവഹിക്കുകയാ. നമസ്കാരം നിർവഹിച്ചിട്ട് അവിടെ ഇരുന്ന് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്തതെന്നറിയോ സഹോദരങ്ങളെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബത്തും ഇരിക്കുന്നത് അല്ലാഹുവിന്റെ ഇരിക്കുന്ന സഹാബത്തിനെ കണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ആ മനുഷ്യൻ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദാ വലാ തർഹം മഅനാ അഹദാ. അല്ലാഹുവേ, എനിക്കും മുഹമ്മദ് നബിക്കും മാത്രം നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ. എനിക്കും മുഹമ്മദിനും മാത്രം നീ കരുണ ചൊരിയണേ അല്ലാ. വലാ തർഹം മഅനാ അഹദാ, ആർക്കും നീ വേറെ കരുണ ചൊരിയണ്ട തമ്പുരാനെ എന്ന് അറാബിയായ മനുഷ്യൻ ദുആ ചെയ്തത് മറ്റുള്ളവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല, സഹാബത്തിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, അമർഷം കൊണ്ടല്ല, വൈരാഗ്യം കൊണ്ടല്ല, അവരോടുള്ള പിണക്കം കൊണ്ടല്ല. പിന്നെയോ പടച്ചവന്റെ റഹ്മത്ത് ചെറുതാണ്, അത് ലഘുവാണ്, അത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കാ ഇല്ലായിരിക്കും ഒരുപക്ഷേ. അതുകൊണ്ട് എനിക്കും വേണം, എന്റെ ഹബീബിനും വേണമെന്ന് ആ അറാബിയായ മനുഷ്യനങ്ങ് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാ. ആരാണടാ അങ്ങനെ ദുആ ചെയ്തത്? ആരാണ് അങ്ങനെ ദുആ ചെയ്തത്? സ്വഹാബത്ത് അറാബിയായ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്താ പറഞ്ഞതെന്നറിയോ? ലഖദ് തഹജ്ജറത വാസിആ. ഈ സഹാബിയായ മനുഷ്യനോട്, അറാബിയാണെങ്കിലും ഒരു സഹാബിയാണല്ലോ, മുഅ്മിനായിട്ട് റസൂലുള്ളാഹിന്റെ പരിശുദ്ധ പള്ളിയിൽ കടന്നു വന്ന ആളല്ലോ, ആ മനുഷ്യനോട് പറയുകയാണ്, ലഖദ് തഹജ്ജറത വാസിആ. അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന വിശാലമായ ഒന്നിനെ നീ എന്തിനാണ് കുടുസാക്കി കളഞ്ഞത്? എന്തിനാണ് നീ അതിനെ ലഘുവാക്കി കളഞ്ഞത്? അതിനെ എന്തിനാണ് ഇടുക്കമാക്കി കളഞ്ഞത്? എന്റെ പൊന്നുമോനെ, ഈ ലോകത്ത് ആർക്ക് വീതിച്ചു കൊടുത്താലും റബ്ബിന്റെ റഹ്മത്ത് ബാക്കിയാ, അല്ലാഹുവിന്റെ കരുണ ബാക്കിയാ. അവന്റെ റഹ്മത്ത് എനിക്കും നിനക്കും വംശിച്ചാൽ തീർന്നു പോ. ലോകത്തുള്ള എല്ലാവർക്കും അത് വീതിച്ചു കൊടുക്കാം, ലോകത്തുള്ള എല്ലാവർക്കും അത് വീതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ലേ. അതുകൊണ്ട് മോനെ അങ്ങനെ പറയല്ലേ. ലഖദ് തഹജ്ജറത വാസിആ. വിശാലമായ റബ്ബിന്റെ റഹ്മത്തിനെ അങ്ങ് ചുരുക്കി കാണിക്കല്ലേ മോനെ എന്ന് പറഞ്ഞ് അറാബിയായ മനുഷ്യനെ ആ വഴിക്കങ്ങ് വിടുമ്പോ കുറെ നേരം ആ മനുഷ്യൻ അങ്ങനെ തന്നെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ആ പള്ളിയിൽ അദ്ദേഹം മൂത്രമൊഴിച്ചത്. ആ പള്ളിക്കകത്ത് അദ്ദേഹം മൂത്രമൊഴിച്ചു. അറാബിയല്ലേ, ഒരു ഗ്രാമീണനല്ലേ, ആദിവാസിയല്ലേ, അയാൾക്ക് വിവരം കുറവാണല്ലോ. ആ മനുഷ്യൻ മദീനത്തെ പള്ളിയിലെ മൂത്രമൊഴിച്ചു. അത് കണ്ടപ്പോൾ സഹാബത്ത് വടിയും തടിയുമായി ഓടിയെടുക്കുകയാ. ആരടാ പള്ളിയിൽ മൂത്രമൊഴിച്ചത്? എന്തിനാണ് ആ മദീനയിൽ മൂത്രമൊഴിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് വടിയും തടിയും എടുത്തു വരുമ്പോ കാരുണ്യത്തിന്റെ പ്രതീകമേ, റഹ്മത്തിന്റെ നാഥനെ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ, അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറയുകയാണ്, ഏ സഹാബാ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അഹ്രിഖു അലൈഹി സജ്ലം മിമ്മാ. ഒരു ബക്കറ്റ് വെള്ളമെടുത്തങ്ങ് ഒഴിച്ചാ പോരെ, ഒരു ബക്കറ്റ് വെള്ളമെടുത്തതിലങ്ങ് ഒഴിച്ചാ പോരെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നമാ ബുഇസ്തും മുയസ്സിരീ. നിങ്ങളെ അല്ലാഹു തആല എല്ലാവർക്കും ഗുണം ചെയ്യാൻ വേണ്ടി നിയോഗിച്ചതാ, എല്ലാവർക്കും ലഘുവാക്കി കൊടുക്കാൻ വേണ്ടി നിയോഗിച്ചതാ, എല്ലാ
എല്ലാവർക്കും നിങ്ങൾ വിനയത്തോടെ ഇടപെടാൻ വേണ്ടി നിങ്ങളെ നിയോഗിച്ചതാ, കാരുണ്യം വിതറാൻ വേണ്ടി നിങ്ങളെ നിയോഗിച്ചതാ. വലം തുബഅസൂ മുഅസ്സിരി, നിങ്ങളെ ആരെയും അല്ലാഹു തആല പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട്, മർദ്ദിക്കാൻ വേണ്ടിയിട്ട്, കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആരെയും മർദ്ദിക്കാൻ വേണ്ടിയിട്ട്, ആക്രമിക്കാൻ വേണ്ടി അല്ലാഹു നിങ്ങളെ അയച്ചിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹാബത്തിനെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ പറ്റിയിട്ട് വാചാലമായി നമ്മൾ പറയണം നമ്മുടെ ദുആയിൽ. അല്ലാഹ് നീ എനിക്ക് കരുണ ചൊരിയുന്നവനാണ്, എന്നെ ഈ നിലയ്ക്ക് നീ എത്തിച്ചില്ല തമ്പുരാനെ. ഒരു രോഗം വരുമ്പോ എന്തേ അല്ലാഹുവേ നീ എനിക്ക് മാത്രം ഇങ്ങനെ രോഗം തന്നു എന്ന് ചോദിക്കാൻ പാടില്ല. നിങ്ങൾ പറയേണ്ടത്, ഞാൻ പറയേണ്ടത്, അല്ലാഹ് എത്ര രോഗം നീ തന്നാലും, എന്തെല്ലാം അസുഖം നീ എനിക്ക് തന്നാലും, എന്റെ പടച്ചവനെ നീ എനിക്ക് തന്ന കാരുണ്യം, എനിക്ക് തന്ന നിഅമത്ത്, എനിക്ക് തന്ന ബറക്കത്ത്, എനിക്ക് തന്ന സന്തോഷം, എനിക്ക് തന്ന സുഖം, എനിക്ക് തന്ന ആനന്ദം, എനിക്ക് തന്ന ആഹ്ലാദം, എനിക്ക് തന്ന എല്ലാ സംഭവങ്ങളും ഈ പറയപ്പെടുന്ന രോഗത്തോട് ബന്ധപ്പെടുത്തുമ്പോൾ അല്ലാഹുവേ നീ തന്ന പരീക്ഷണങ്ങൾ ഒന്നുമല്ലല്ലോ അല്ലാ. കൈകാലുകളെ ചലിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം തന്ന അല്ലാ, കണ്ണിമ വെട്ടാൻ എനിക്ക് തൗഫീഖ് തന്ന അല്ലാ, എനിക്ക് സംസാരിക്കാൻ കഴിവ് തന്ന അല്ലാ, എഴുന്നേറ്റ് നടക്കാൻ ഈ പടച്ചതമ്പുരാനാണോ ഒരു ചെറിയ തലവേദന തരുമ്പോ നമ്മൾ പരിതപിക്കുന്നത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയുടെ പാരമ്പര്യം നമ്മൾ മുറുകെ പിടിക്കുക. എത്ര പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ദുആയിൽ നമ്മൾ പറയേണ്ടത് അന്ത അർഹമുർ റഹീമീൻ, നീ കരുണയുള്ളവനാണ്, നീ കാരുണ്യവാനാണ്, നീ കരുണാമയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തലാണ് ഒന്നാമതായിട്ട് വേണ്ടത്. അങ്ങനെ പുകഴ്ത്തിയാൽ ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ളുർ, എന്ത് പ്രതിസന്ധിയാണോ നമ്മൾ അഭിമുഖീകരിക്കുന്നത് അത് അല്ലാഹു അങ്ങ് മാറ്റിത്തരുന്നതാണ്. നമ്മൾ പടച്ചവനോട് ദുആ രക്കുമ്പോൾ എന്താ പറയുക? അല്ലാഹുവേ പടച്ചവനെ, പ്രളയം തന്ന് ഞങ്ങളെ പരീക്ഷിച്ചല്ലോ, വീണ്ടും പ്രളയം തന്നല്ലോ, വീണ്ടും പ്രളയം തന്നല്ലോ, വീണ്ടും നിപ്പ തന്നല്ലോ, വീണ്ടും ഓക്കി തന്നല്ലോ, വീണ്ടും നീ പടച്ചവനെ കോവിഡ് തന്നല്ലോ, ഇപ്പൊ വകഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാ. എന്തിനാ നീ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്തിനാ നീ ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ചോദിക്കല്ലേ ഉമ്മ, ഒരിക്കലും അങ്ങനെ പറയല്ലേ ഉമ്മ. അള്ളാഹുവിനോട് ദുആ രക്കേണ്ടത് എങ്ങനെയാണ്? പടച്ചവനെ നീ എന്ത് പരീക്ഷണം തന്നാലും, എന്ത് പ്രതിസന്ധികൾ തന്നാലും നീ ഞങ്ങളോട് സ്നേഹം കാണിക്കുന്നവനാ, നീ സ്നേഹസമ്പന്നനാ, കരുണയുള്ളവനാ, നീ ഞങ്ങളെ ഒരു സ്ഥലത്ത് തള്ളിക്കളയാത്തവനാ, ഒരിക്കലും ഞങ്ങളെ കരയിപ്പിക്കാത്തവനാ. ഒരു മാതാവിന് തന്റെ പ്രിയപ്പെട്ട മകനോടുള്ള സ്നേഹത്തെക്കാൾ 100 ഇരട്ടിയാണ് മുസ്ലിമേ. ഒരു പെറ്റുമ്മാക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോടുള്ള സ്നേഹത്തെക്കാൾ 100 ഇരട്ടിയാണ് അല്ലാഹുവിന്റെ അടിമകളോടുള്ള സ്നേഹമെന്ന് മനസ്സിലാക്കണേ. ആ ഒരു സ്നേഹത്തിന്റെ പേരിൽ പടച്ചവനെ പരമാവധി മദ്ഹ് ചെയ്ത്, ഹംദ് ചെയ്ത്, സ്തുതി കീർത്തനങ്ങൾ പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് അയ്യൂബ് നബിയുടെ കഥയിലൂടെ, ചരിത്രത്തിലൂടെ അല്ലാഹു തന്നെ സൂറത്തുൽ അംബിയായിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോൾ സ്വീകരിക്കപ്പെടാൻ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിനെ പുകഴ്ത്തലാണ്. ഒന്നാമതായിട്ട് അല്ലാഹുവിനെ പുകഴ്ത്തലാണ്. മറക്കരുത്, ഓർത്തു വെക്കണം, ഓർത്തു വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ പ്രവാചകൻ ഏത് പ്രവാചകനാ? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാം എന്ത് പ്രതിസന്ധിയിലായിരുന്നു? എങ്ങനെ ദുആ ചെയ്തത്? ഉത്തരം എങ്ങനെ കൊടുത്തു? നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു അവസ്ഥ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലമാകാം ഇത്. ശരിയല്ലേ? ചിന്തിക്കിൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. യൂനുസ് നബി അലൈഹിസ്സലാം നീനവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിച്ച് നടന്നു.
യൂനുസ് നബിയെ കാണുമ്പോ ആളുകൾ ഇരു ചെവികളിൽ വിരലുകൾ മുറുക്കി ചേർത്ത് വിരലുകൾ തിരികെ കയറ്റി എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഓടി ഒളിച്ചു. യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഉൾക്കൊള്ളാൻ ജനത തയ്യാറായില്ല. യൂനുസ് നബി അലൈഹിസ്സലാം അടുത്തേക്ക് വരുമ്പോ ജനങ്ങൾ ഓടി മാറാൻ തുടങ്ങി. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തു പറഞ്ഞാലും അംഗീകരിക്കുന്ന ആളുകൾ തയ്യാറായില്ല. ആ സമയത്ത് ദേഷ്യം വന്നു. അവസാനം അവിടെ നിന്ന് ഇനി ഇവിടെ നിന്നിട്ട് ദഅവത്ത് നടത്തിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് നാട് വിട്ട് പോകാൻ വേണ്ടി കപ്പലിൽ കയറി. ചരിത്രമറിയാൻ ഞാനത് പറഞ്ഞ് നിങ്ങളെ വിരസതയിലാക്കുന്നില്ല. ആ കപ്പലിൽ കയറുമ്പോൾ സഹോദരങ്ങളെ, കപ്പലിൽ നിന്ന് അദ്ദേഹത്തെ കടലിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ കടലിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ അള്ളാഹു യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിഴുങ്ങണമെന്നും ആ യൂനുസിന്റെ ഒരു രോമം പോലും കരിയാൻ പാടില്ലെന്നും ഒരു മാംസം പോലും ഇളകാൻ പാടില്ലെന്നും ഒരു എല്ല് പോലും പൊട്ടിപ്പോകാൻ പാടില്ലെന്നും അല്ലാഹു തആല മത്സ്യത്തിന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ മത്സ്യം യൂനുസ് നബിയെ വിഴുങ്ങി. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും വിഴുങ്ങി. ആ മത്സ്യം കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി, മത്സ്യത്തിന്റെ ലോകത്തേക്ക് പോയി. അങ്ങനെ മത്സ്യങ്ങളുടെ ലോകത്തേക്ക് ചെന്ന ആ മത്സ്യം യൂനുസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങിയിട്ടാണ് പോകുന്നത് എന്ന് മറ്റു മത്സ്യങ്ങൾക്കറിയില്ല. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൊണ്ട് ആ മത്സ്യത്തിന്റെ ലോകത്തേക്ക് പോകുമ്പോൾ ആ മത്സ്യത്തിന്റെ ലോകത്തിൽ എന്തോ ഒരു മർമ്മര ശബ്ദം കേട്ടു യൂനുസ് നബി അലൈഹിസ്സലാം. അള്ളാഹുവിനോട് ചോദിച്ചു, മഹാദാ, ഇതെന്താ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, ഹാദാ തസ്ബീഹു ദവാബിൽ മാ, കടലിലെ മത്സ്യങ്ങൾ എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്താണ് യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് നിലവിളിച്ചത്. വിശുദ്ധ ഖുർആൻ ഇതേ അംബിയാ അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്ത് പ്രതിസന്ധി ഉണ്ടായിരുന്നത്? ആളുകളടുത്ത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, മക്കളെ നന്നാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഉമ്മമാർക്കുള്ള പരാതി അതല്ലേ? ചില ആളുകൾ പറയും ഉമ്മമാര് നന്നായിട്ട് വേണ്ടേ മക്കള് നന്നാവാൻ. ഇന്ന് ഏറ്റവും കൂടുതൽ ദുആരക്കാൻ പറയുന്നത്, ഉസ്താദെ മൊബൈലിന് അടിമപ്പെട്ടു പോയി മക്കളൊന്ന് ദുആരക്കണം അല്ലേ? ഞങ്ങളുടെ മക്കള് മൊബൈലിന് അടിമപ്പെട്ടു പോയി, ഒന്ന് ദുആരക്കും ഉസ്താദെ എന്ന് സഹോദരിമാര് പറയും. എന്താ കാര്യം? മക്കളെ നേരായ മാർഗത്തിൽ കൊണ്ടുവരാനുള്ള താല്പര്യം കൊണ്ട് പറയുന്നവരൊക്കെ ഉണ്ടാകാം. പക്ഷെ അതല്ല മെയിൻ പ്രശ്നം. ഈ ഓൺലൈൻ ക്ലാസ് വന്നപ്പോ സഹോദരിമാർക്ക് മൊബൈൽ കിട്ടാനില്ല, അതാ പ്രശ്നം. അതെല്ലാം കൂടെ മക്കൾ കൊണ്ടുപോയില്ലേ? ഒന്നും പറയാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ മക്കൾക്ക് കൊടുക്കേണ്ടി വന്നു. വാപ്പ കൊടുക്കുവോ? വാപ്പ കൊടുക്കൂല. വാപ്പ പറയും ബിസിനസിന്റെ മൊത്തം ഇതിനകത്താണ്, അതുപോലെ തന്നെ എന്റെ സംഘടനയുടെ മൊത്തം കാര്യം ഇതിനകത്താണ്, എന്റെ പാർട്ടിയുടെ മൊത്തം കാര്യം ഇതിനകത്താണ്, അപ്പൊ ഇത് പറ്റൂല, അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് അവനെ വരട്ടും. പിന്നെ പാവപ്പെട്ട അടുക്കള അന്താരാഷ്ട്രമാക്കി മാറ്റുന്ന ഉമ്മമാർക്കല്ലാതെ പിന്നെ ആർക്കാ കൊടുക്കാൻ പറ്റുക? അവര് ഗത്യന്തരമില്ലാതെ കൊടുക്കും. എന്നാൽ അതൊരു മിസ്യൂസ് ചെയ്തുകൊണ്ട് അതിനെ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് മക്കൾ 24 മണിക്കൂറും അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് മൊബൈൽ കൊടുക്കൂല. അതാണ് ഇവിടുത്തെ പരാതി. വേറെ ഒന്നുമല്ല. നിങ്ങൾ നോക്കും, മക്കളെ നന്നാക്കാൻ നോക്കിയിട്ട് നടക്കാത്തതിന്റെ പേരിൽ നാട് വിട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഒരു കാര്യം, ഇസ്ലാമിന്റെ നിയമങ്ങൾ ആളുകളുടെ മുമ്പിൽ വിളിച്ചു പറയുന്നതിന്റെ പേരിൽ ഒരു കാശുകാരന്റെയും കീശയിലെ കാശ് മോഹിച്ചുകൊണ്ട് ഒന്നും നമ്മൾ പറയാൻ മടിക്കേണ്ടി വരരുത്. ഒരു അധികാരിയുടെയും അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ചുകൊണ്ട് അവന്റെ അഹങ്കാരത്തിന്റെ പേരിൽ നമ്മെ വേട്ടയാടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ദീനിന്റെ ഒരു വിഷയവും മറച്ചു വെക്കാൻ നമ്മൾ തയ്യാറാകരുത്. ആരുടെയും ഒന്നും നമ്മൾ ഒരു പ്രീതിയും നമുക്ക് വേണ്ട. പീഡനങ്ങളും പ്രീണനങ്ങളും വിശുദ്ധമായ ദീൻ പറയുന്നതിനോ പറയാതിരിക്കുന്നതിനോ തടസ്സമാകാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ ദീൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമുദായത്തിനകത്തും പുറത്തുമുള്ള തൽപര കക്ഷികൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമത്തോടിൽ ഭീരുക്കളായി ആമത്തോടിൽ ഒളിക്കാൻ ഒരു പണ്ഡിതന് കഴിയില്ല. ഒളിച്ചോടുന്നത് എവിടേക്കാണ്? എങ്ങോട്ടാ ഒളിച്ചോടുക? പള്ളിയിലെ ഇമാമാകുമ്പോ ആ ജനങ്ങളോട് പരിശുദ്ധമായ ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ, പലിശയെ പറ്റി പറയുമ്പോൾ
ധൈര്യമായിട്ട് ഇമാമിന് പറയാൻ കഴിയണം. അപ്പോ ആളുകൾ പറയും, ഇല്ല, ഇവിടുത്തെ ഒരു പ്രമാണി പലിശക്കാരനാണ്, പോയി പണി നോക്കടാ. ആരടാ ഇവിടുത്തെ പലിശക്കാരന്? അവൻ 73 ശാഖയാണ്, 70-ലധികം ശാഖയാണ് അള്ളാഹു പലിശയ്ക്ക് കൊടുക്കുന്നത്. ആ പലിശയ്ക്ക് കൊടുക്കുന്ന 70-ലധികം വരുന്ന ശാഖകളിൽ ഏറ്റവും ചെറിയ ശാഖയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് സമാനമാണ് എന്ന് ചങ്കൂട്ടത്തോടെ പറയാൻ ഒരു ഇമാമ് തയ്യാറാകണം. അതിനെന്ത് വേണം? ഈ പണക്കാരനാകുന്ന പലിശക്കാരന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഗാന്ധി തല എന്റെ പോക്കറ്റിൽ വരാൻ പാടില്ല. ആർജവത്തോടുകൂടി ദീൻ പറയാൻ നമ്മൾ തയ്യാറാകണം. എങ്ങോട്ടാ വിളിച്ചോടുക? കള്ളു കുടിക്കുന്നു. ക്രിസ്മസ് രാത്രിയിൽ കേരളം എന്ന സാക്ഷര കേരളത്തിലെ പ്രബുദ്ധരായ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അവകാശപ്പെടുന്ന ഈ കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി വരെയുള്ള ഈ കേരളത്തിന്റെ തലസ്ഥാനം നഗരി അടക്കമുള്ള ഈ മുഴുവൻ ഈ 14 ജില്ലകളും കൂടി ചേർന്നുകൊണ്ട് കുടിച്ചു തീർത്തത് 65 കോടി രൂപയുടെ കുടിയാ. 65 കോടി രൂപയുടെ മദ്യം ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പുള്ള ക്രിസ്മസിന്റെ രാത്രിയിൽ കുടിച്ചു തീർത്തു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, 10 വർഷം കൊണ്ട് 2011 മുതൽ 2020 to 2021 വരെയുള്ള ഈ 10 വർഷം കൊണ്ട് കേരളത്തിൽ മാത്രം കുടിച്ചത് 1,15,00,000 രൂപയ്ക്ക്. 1,15,00,000 കുടിച്ചു തീർത്തത്. എത്ര പെണ്ണുങ്ങളെ കെട്ടിക്കാം? എത്ര പെണ്ണുങ്ങളെ കെട്ടിക്കാം? എത്ര പള്ളികൾ വെക്കാം? എത്ര പാവപ്പെട്ടവർക്ക് പുരമേയാൻ? എത്ര ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ എന്ന ഒരു തടസ്സമില്ലാതെ ഇവിടത്തെ പാവപ്പെട്ടവർക്ക് സഹായിക്കാം. ഇതൊന്നും ചെയ്യാതെ 1,15,00,000 രൂപയ്ക്ക് കുടിച്ചു തീർത്തത് 10 വർഷം കൊണ്ടാണെങ്കിൽ നമ്മുടെ കാക്കാമാർ അതിലുണ്ടാവൂലേ? ചിന്തിച്ചു നോക്ക്. ഇനിയിപ്പോ വരാൻ പോകുന്നു 3 ദിവസം കഴിഞ്ഞാൽ പുതുവർഷ പുലരി. അന്നത്തെ കണക്ക് ഇതിനേക്കാളേറെ ഞെട്ടിക്കുന്നതായിരിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സമയത്ത് ഈ മദ്യപാനത്തിനെതിരെ ശക്തമായ നിലയിൽ പ്രസംഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത വീടുന്നു. ഒരു മഹല്ലിൽ ഇമാമായിരിക്കുമ്പോ ആ ഇമാമായിരിക്കുന്ന മഹല്ലത്തിൽ പരിപാലന സമിതിയായി കടന്നു വരുന്ന പള്ളി പരിപാലിക്കേണ്ട ആളുകൾ കള്ളുകുടിയന്മാര് പള്ളി പരിപാലിക്കുന്നു. പള്ളി പരിപാലിക്കുന്നവരിൽ പലിശക്കാര് വരുന്നു, നമസ്കാരമില്ലാത്തവൻ വരുന്നു, വ്യഭിചാരി വരുന്നു. ഇത് പാടില്ല എന്ന് ഖുർആനിന്റെ ആയത്തോടെ പറഞ്ഞു കൊടുക്കാൻ ഇമാമിയങ്ങൾ തയ്യാറാവുന്ന കാലം അതിക്രമിച്ചിരിക്കുകയല്ലേ? അതിന്റെ പേരിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്, എന്റെ വാകീറിയ പടച്ചവൻ എനിക്ക് അന്നം തരുമെന്നുള്ള ഹൃദയത്തിന്റെ ഉള്ളിലുള്ള യഖീൻ അതുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകം നന്നാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രബോധനത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് പറ്റൂല. നമുക്കൊരിക്കലും പ്രബോധനത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റൂല. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നുണ്ടായ ഒരു ചെറിയ വീഴ്ച, അവരെ ഒക്കെ നന്നാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു പ്രത്യേക കാര്യമാണത്. ആ ലോകം പ്രവാചകന്മാർക്ക് ഇങ്ങനെ ഒരു ഗുരുതരമായ തെറ്റുപറ്റിയെന്നും ആരും ചിന്തിക്കണ്ട. അതൊക്കെ അള്ളാഹുവിന്റെ ഇടപെടല. ആദം നബി അലൈഹിസ്സലാം പഴം പറിച്ചു തിന്നത് അത് വലിയ മഹാ അപരാധമായി പോയി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. കാരണം അള്ളാഹു മനുഷ്യനെ പടച്ചത് സ്വർഗത്തിലത്തേക്ക് വേണ്ടിയിട്ടല്ല. ഇനി ജാഇലു ഫിൽ അർദി ഖലീഫ, ഭൂമിയിലത്തേക്ക് വേണ്ടിയാണ് നിയോഗിച്ചത്. പക്ഷെ പടച്ചത് സ്വർഗത്തിൽ വെച്ച. അവിടെ നിന്ന് താഴെ ഇറക്കണമെങ്കിൽ ന്യായമായ കാരണം വേണം. അതിനാ പഴം കൊടുത്തത്. അതുകൊണ്ട് അള്ളാന്റെ പ്രവാചകന്മാർ ഗുരുതരമായി തെറ്റ് ചെയ്തു എന്നാരും കരുതണ്ട. അതൊക്കെ റബ്ബിന്റെ ഹിക്മത്താ, അള്ളാഹുവിന്റെ തന്ത്രമാണ്, യുക്തിയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്നു, വയറിൽ കിടന്നുകൊണ്ട് ഉറക്കെ നിലവിളിച്ചത് എന്താണെന്നറിയോ? അതാണ് രണ്ടാമത്തെ പ്രാർത്ഥന. വല്ലാത്ത പ്രതിസന്ധിയിലായി പോയി നമ്മൾ. സമാനമായ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് ഓടിക്കാൻ പോവാ. നമ്മള് ഇവിടുത്തെ പൗരന്മാരല്ല പോലും, അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വിഴുങ്ങാൻ വേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തില് നമ്മൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ നട്ടം തിരിയുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തപ്പെടുമ്പോ നമ്മൾ ഭയവികുലരാകണ്ട. അതിന് മാർഗമുണ്ട്. എന്താണ് ദുആരക്കേണ്ടതെന്ന്? അതാണ് മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്.
യൂനുസ് നബിയെ കൂടി ഓർക്കുക നബിയേ. ഇദ്ഹബ മുഗാളിബാ വലന്ന അല്ലൻ നഖ്ദിറ അലൈഹി, ഒരു കഴിവും തനിക്കില്ല, ഒരു കഴിവും അല്ലാഹുവിനില്ല എന്ന ധാരണയോട്, അതല്ലെങ്കിൽ പടച്ച തമ്പുരാന് എന്തേ ജനതതി എന്റെ മുന്നിൽ കൊണ്ടുവരുന്നില്ല, ആളുകൾ എന്നെ അംഗീകരിക്കുന്നില്ല, ഈ ഒരു ചിന്താഗതിയോടെ യൂനുസ് നബി അലൈഹിസ്സലാം ദേഷ്യം വന്ന് നാട് വിടുകയാണ്. ആ സമയത്താണ് മത്സ്യത്തിന്റെ ഉദരത്തിലകപ്പെട്ടത്. യൂനുസ് നബി അലൈഹിസ്സലാം ഉദരത്തിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുകയാ, ഫനാദാ ഫിൽ ളുലുമാ അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമം ചെയ്തു പോയ തമ്പുരാനെ എന്ന് ദുആ ചെയ്തു. ആ സമയത്ത് അല്ലാഹു മറുപടി കൊടുക്കുകയാണ്, ഫസ്തജബ്നാ ലഹു വനജൈനാഹു മിനൽ ഗം. യൂനുസ് നബി അലൈഹിസ്സലാമിന് നാം ഉത്തരം കൊടുത്തു, അദ്ദേഹത്തിന്റെ മനപ്രയാസത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി. ഏ സഹോദരിമാരെ ശ്രദ്ധിക്കണേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രണ്ടാമത്തെ പ്രവാചകൻ ആരാണ്? യൂനുസ് നബി അലൈഹിസ്സലാം. എന്തേ യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്? അല്ലാഹുവേ, ഞാൻ നിന്നെ, നീ മാത്രമാണ് ആരാധ്യനെന്ന് വിശ്വസിക്കുന്നു, നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു. എനിക്കാണ് തെറ്റ് പറ്റിയത് റബ്ബേ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാനാണ് തെറ്റ് ചെയ്തത് തമ്പുരാനെ, എനിക്ക് അക്രമം ചെയ്തു പോയി, ഞാൻ എന്റെ ശരീരത്തോട് ദുൽമ കാണിച്ചു പോയി എന്ന് അല്ലാഹുവിനോട് സ്വന്തം കുറ്റമേറ്റു പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞു, ഫസ്തജബ്നാ ലഹു വനജൈനാഹു മിനൽ ഗമ്മി. ഉത്തരം കൊടുത്തു, നാം പ്രയാസത്തിൽ നിന്ന് മാറ്റി രക്ഷപ്പെടുത്തി. പിന്നെ പറയുന്നുണ്ട്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ലോകത്തുള്ള എല്ലാവരെയും ഞാൻ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം. പക്ഷെ എന്ത് പറയണം? ദുആ ചെയ്യേണ്ട രണ്ടാമത്തെ രീതി ഒന്നെന്താ? ഒന്നേതാണ്? ഒന്നാമത്തേതാ? അല്ലാഹുവിന്റെ കാരുണ്യത്തെ വർണ്ണിക്കുക. അല്ലാഹുവേ നീ കരുണയുള്ളവനാണെന്ന് പറയാ, മറക്കരുത്. രണ്ടാമത്തേത് നമ്മുടെ ളുഅഫ് റബ്ബിനോട് പറയാ, നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനത. അല്ലാഹ്, ഞാൻ ഒന്നുമല്ല റബ്ബേ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, റബ്ബേ ഞാൻ അക്രമം ചെയ്തു പോയി, ഞാൻ പാപിയാ റബ്ബേ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? അതൊന്നും വിശാലമായി പറയാനുള്ള സമയമില്ല. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, ഞാൻ സാലിഹല്ല റബ്ബേ എന്ന് ഷാഫി ഇമാം പറഞ്ഞു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? കൈഫ ഹാലി യാ ഇലാഹി, കൈഫ ഹാലി യാ ഇലാഹി. അല്ലാഹുവേ, എന്റെ അവസ്ഥ എന്താണ്? എന്റെ അവസ്ഥ എന്താണ്? ആരാധ്യനായ അല്ലാഹ്, എന്റെ അവസ്ഥ എന്താണ്? പടച്ചവനെ, ലൈസ ലീ ഖൈറുൽ അമൽ, എനിക്ക് നല്ല അമലുകളൊന്നുമില്ല, എനിക്ക് നല്ല അമലുകളൊന്നുമില്ല തമ്പുരാനെ. പടച്ചവനെ, എന്റെ അവസ്ഥ എന്താണ്? എനിക്ക് അമലുകളൊന്നുമില്ല. എന്റെ എല്ലാ തിന്മകളും മികച്ചു നിൽക്കുകയാ, എന്റെ തിന്മകളെല്ലാം മികച്ചു നിൽക്കുകയാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും ഈമാൻ എടുക്ക് പ്രിയപ്പെട്ടവരെ, അമ്പിയാക്കളെ കഴിഞ്ഞ ബാക്കി മുഴുവൻ ആളുകളുടെ ഈമാൻ എടുക്ക്. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു അടക്കമുള്ള, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അടക്കമുള്ള, അബുൽ ഹസൻ ശാദുലി തങ്ങൾ അടക്കമുള്ള, ഇബ്രാഹിം ദസ്സൂഖി തങ്ങൾ അടക്കമുള്ള, അഹ്മദുൽ ബദവി തങ്ങൾ അടക്കമുള്ള, ഖാജാ ബഈനുദ്ദീൻ അൽ ജിസ്തിയിൽ അജ്മീരി സഞ്ചരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ലോകത്തുള്ള മുഴുവൻ മശായിഖുമാരുടെയും ഈമാൻ എടുക്ക്, സാധാരണക്കാരുടെ ഈമാൻ എടുക്ക്. ഈ ലോകത്താകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിലുള്ള മുഴുവൻ മനുഷ്യന്റെയും ഈമാൻ എടുക്ക്. എന്നിട്ട് തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുക, അടുത്ത തട്ടിൽ അബൂബക്കർ തങ്ങളുടെ ഈമാൻ വെക്കുക.
അബൂബക്കർ തങ്ങളുടെ ഈമാൻ വെക്കുക. അല്ലാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിന് ഭാരം കൂടുതലാ. അവ്വലു മൻ ആമന ബി അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചത് എന്റെ അബൂബക്കറാ. അവ്വലു മൻ സവ്വജനി അബൂബക്കർ, പൊന്നുമോളെ ആയിഷ എനിക്ക് കെട്ടിച്ചു തന്നത് എന്റെ അബൂബക്കറാ. അവ്വലു മൻ ദഖലൽ ജന്ന മഇ അബൂബക്കർ, ആദ്യമായി എന്റെ കൂടെ സ്വർഗ്ഗപ്രവേശനം ലഭിക്കുന്നത് അബൂബക്കറാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആദ്യത്തെ സഹാബിയാ. ഖുർആനിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സാഹിബ് എന്ന് പറഞ്ഞ സഹാബിയാ. അശ്റഫുൽ മുബശ്ശരീങ്ങളിൽ ഒന്നാമനാ, ഖുലഫാഉർ റാഷിദീങ്ങളിൽ ഒന്നാമനാ, സഹാബാക്കളിൽ ഒന്നാമനാ, സ്വർഗ്ഗപ്രവേശകരിൽ ഒന്നാമനാ, എല്ലാറ്റിലും ഒന്നാമനായ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, കൈഫ ഹാലി യാ ഇലാഹി, അല്ലാഹുവേ എന്റെ അവസ്ഥ എന്താ, എന്റെ അവസ്ഥ എന്താ. ലൈസ ലീ ഖൈറുൽ അമൽ, എനിക്ക് നല്ല അമലുകളൊന്നുമില്ല. സൂഅ ഫഅലി കസീർ, എനിക്ക് ധാരാളം തിന്മകളുണ്ട് തമ്പുരാനെ എന്ന് ദുആ ചെയ്ത് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞത് സിദ്ദീഖ് തങ്ങളാണെങ്കിൽ, രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ളുഅഫ് റബ്ബിനോട് പറയലാ. യൂനുസ് നബി അങ്ങനാണ് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമം ചെയ്തു പോയി റബ്ബേ, ഞാൻ ളുൽമ് ചെയ്തു പോയി റബ്ബേ, അതുകൊണ്ട് എനിക്ക് പൊറുക്കണം നാഥാ എന്ന് പറഞ്ഞുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. അതുകൊണ്ട് തന്നെ അല്ലാഹ് പറഞ്ഞു, ഫസ്തജ്ബ്നാ ലഹു, അവർക്ക് നാം ഉത്തരം കൊടുത്തു. വനജൈനാഹു മിനൽ ഗം, മനപ്രയാസത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി. അല്ലാഹു ഉത്തരം കൊടുത്തു. എന്താ ദുആരക്കുമ്പോൾ രണ്ടാമത് ചെയ്യേണ്ടത്? ഒന്ന്, അല്ലാഹുവിനെ പരമാവധി പുകഴ്ത്തുക. ഇന്നത്തെ രാത്രിയിലെ ദുആ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാ പറയുന്നത്. അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ, എനിക്ക് ഭാഗ്യം തരട്ടെ. നിങ്ങൾ അങ്ങനെ ദുആരക്കുമ്പോ അതിന്റെ ഒരു പ്രതിഫലം ഈ സാധുവിന് കിട്ടും, എന്റെ ഉസ്താദുമാർക്ക് കിട്ടും. അങ്ങനെ കിട്ടി അവസാനം അഷ്റഫുൽ വറ അഹ്മദ് മുജ്തബ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എത്തിച്ചേരും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ചെയ്തു ദുആരക്കുമ്പോ ഇത്ര മതി. നിങ്ങൾ കൈ അൽഹംദുലില്ലാ പറഞ്ഞ് സലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് പറഞ്ഞിട്ട് നമ്മൾ അല്ലാഹുവിനെ പരമാവധി അങ്ങ് പുകഴ്ത്തുക, പരമാവധി പുകഴ്ത്തുക. നീ തന്നതാ റബ്ബേ ഈ വീട്, നീ തന്നതാ പടച്ചവനെ ഈ ശരീരം, നീ തന്നതാ അല്ലാഹ് ഈ സമ്പത്ത്, നീ തന്നതാ റബ്ബേ ഇതൊക്കെയും, ഈ നാവും ചോദിക്കാനുള്ള മനസ്സും എഴുന്നേറ്റ് റബ്ബേ നിന്റെ മുമ്പിൽ കരയാനുള്ള തൗഫീഖ് ഒക്കെ തന്ന നീയാ അല്ലാഹ് എന്ന് പറഞ്ഞ് അവനെ അങ്ങോട്ട് പുകഴ്ത്തിയിട്ട് രണ്ടാമത് പറയണം, ഞാൻ പാപിയാ റബ്ബേ, ഞാൻ എത്ര അക്രമം ചെയ്തവനാ അല്ലാഹ്, ഞാൻ നിനക്ക് എന്ത് ശുക്റാ ചെയ്യുന്നത് റബ്ബേ, നിന്റെ അടിമകൾ ഏറ്റവും നിന്യ ഞാനല്ലേ റബ്ബേ, നികൃഷ്ട ഞാനല്ലേ അല്ലാഹ് എന്ന് നമ്മൾ നമ്മുടെ ളുഅഫ് അങ്ങോട്ട് പറയാ. നമ്മുടെ ദുആകൾ സ്വീകരിക്കാതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത് രണ്ട് തെറ്റായിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, അള്ളാഹുവിനെ പരമാവധി കുറ്റപ്പെടുത്തും നമ്മൾ. നീ എന്താ റബ്ബേ അങ്ങനെ ചെയ്തത്, നീ എന്തിനാ അള്ളാഹ് അങ്ങനെ ചെയ്യാൻ പോയത് എന്നൊക്കെ റബ്ബിനെ അങ്ങോട്ട് കുറ്റപ്പെടുത്തിയിട്ട് നമ്മളെ അടുത്തെത്തുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ, അള്ളാഹ് ഞാൻ നിനക്ക് വേണ്ടി പള്ളിയിൽ പൈസ കൊടുത്തില്ലേ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പടച്ചവനെ ഞാൻ അത് ചെയ്യുന്നില്ലേ, ഞാൻ സുബ്ഹി നിസ്കരിക്കുന്നില്ലേ, ഞാൻ നോമ്പ് പിടിക്കുന്നില്ല, ഞാൻ ഹജ്ജിന് പോയില്ല, ഞാൻ ഉംറ ചെയ്തില്ല. അപ്പൊ നമ്മൾ വലിയവനുമായി അവൻ താഴത്തവനുമായി. അങ്ങനെ നമ്മുടെ ദുആ സ്വീകരിക്കാത്തത്. ഇത് നേരെ കൊണ്ട് തിരിയണം. ഇതിങ്ങനെ കൊണ്ട് തിരിയണം. ഇങ്ങനെയാണ് നാം ദുആ ചെയ്യേണ്ടത്. നമ്മുടെ ളുഅഫ് അങ്ങോട്ട് പ്രകടമാക്കണം. നമുക്ക് എന്ത് കുദറത്താ ഉള്ളത് പറയ്, എന്ത് കഴിവാ നമുക്കുള്ളത്. എല്ലാ വേദികളിലും പറയുന്നത്, ഇനി ആവർത്തിക്കുമ്പോ എനിക്ക് തന്നെ ഒരു വിരസത തോന്നുന്നു. എന്റെ പൊന്നു സഹോദരങ്ങളെ, വല്ല കഴിവും നമുക്കുണ്ടോ? എന്ത് കഴിവാ നമുക്കുള്ളത്? നമുക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ കണ്ണിൽ കാണാൻ പറ്റാത്ത വൈറസിന്റെ പേരിൽ നമ്മൾ ഇപ്പോഴും രണ്ടടി അകലം പാലിച്ച് കൈ ആരെങ്കിലും വന്ന് തൊട്ടാൽ ഉടനെ സോപ്പ് വെള്ളം കൊണ്ട് കഴുകി, പിന്നെ അത് പോരായിട്ട് സാനിറ്റൈസർ ഇട്ട് കഴുകി, വീണ്ടും പോരായിട്ട് ടിഷ്യൂ കൊണ്ട് തുടച്ച്, എന്നിട്ട് വീണ്ടും ഗ്ലൗസിനകത്ത് കൈ കയറ്റി നടക്കുന്ന നമ്മൾ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാ? മാസ്കിന് ഒന്നിന് രണ്ടെണ്ണമാണ് വെക്കുന്നത്. മാസ്കിന് ഒന്നിന് പകരം രണ്ടെണ്ണം വെക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ സർവ്വത സൂക്ഷിക്കുന്നു. എന്നാൽ ഒരു തുള്ളി സോപ്പ് വെള്ളം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നു. ഈ കാണാൻ പറ്റാത്ത ചെറിയൊരു വൈറസിനെ അങ്ങോട്ട് ഇളക്കി വിട്ടപ്പോ ലോകം മുഴുവനും വിറങ്ങലിച്ചു പോയി. ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്ന നമുക്ക് എന്ത് കുതിരത്തുണ്ടെന്നായി പറയുന്നേ? നമുക്ക് എന്ത് കഴിവുണ്ടെന്നാ? നമുക്ക് ബലഹീനതയല്ലാതെ വേറെ എന്താ ഉള്ളത്? സൂറത്തു നിസായിലെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു നമ്മളെ പറ്റി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അല്ലാഹു തആല നിങ്ങൾക്ക് എല്ലാം ലഘൂകരിച്ച് തരാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ്? വഖുലിഖൽ ഇൻസാനു ലഈഫാ, മനുഷ്യനെ ബലഹീനനായിട്ടാ പടച്ചിട്ടുള്ളത്. ഒന്നിനും കഴിവില്ല.
ഒന്നിനും കഴിവില്ലാത്തവൻ, ഒരു കഴിവുമില്ലാത്തവനാണ് മനുഷ്യൻ. ഈ മനുഷ്യനെ അല്ലാഹു ആ ഒരു നിലയിൽ പടച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സൂറത്തു റൂമിലൂടെ പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ്, ബലഹീനതയിൽ നിന്ന് അല്ലാഹു പടച്ചു. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ, പിന്നെ ബലഹീനതയിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് നല്ല ശക്തി തന്നു, യുവാക്കളായി മാറി. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫ, വീണ്ടും നിങ്ങൾക്ക് അല്ലാഹു ബലഹീനത തന്നു. ചിന്തിച്ചിട്ടുണ്ടോ? ജനിക്കുമ്പോ നമുക്ക് വല്ല കഴിവുണ്ടോ? ഉമ്മ മനസ്സ് വെച്ചാൽ മാത്രം നമ്മൾ കഴിക്കില്ലേ, കഴിക്കൂല അല്ലേ? ഉമ്മ വിചാരിക്കണേ ഈ കുട്ടിന് പാല് കൊടുക്കണ്ട, എടുത്തങ്ങോട്ട് ഇട്ടു. നമ്മൾ എവിടെ പോയി പരാതി പറയും? കുഞ്ഞായിരിക്കുമ്പോ ഒരു നിലയിൽ നമുക്ക് പരാതി പറയാൻ പറ്റില്ല. അവര് ഭക്ഷണം തന്നില്ലെങ്കിൽ കിടന്ന് കീറാനേ പറ്റുള്ളൂ, കിടന്ന് നിലവിളിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഒരു പ്രതികരിക്കാൻ നമുക്ക് കഴിയില്ല. അവരുടെ മഹല് പതില് കൊണ്ട് ഉമ്മ നമുക്ക് ഭക്ഷണം തന്നാൽ നമ്മൾ കഴിക്കും, ഇല്ലെങ്കിൽ നമ്മളെ നിലവിളിയല്ലാതെ മറ്റൊന്നുമില്ല. നിലവിളി കൂടിയാൽ കുറച്ച് തുണി എടുത്തിട്ട് വായിൽ വെച്ച് കിട്ടി സ്റ്റിക്കർ ഒട്ടിച്ച പിന്നെന്താ ആരും കേൾക്കുകയില്ല. അപ്പൊ അവരുടെ മഹല് പതില് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വളർന്നു വന്നത്. പിന്നെ അങ്ങോട്ട് ആരോഗ്യമൊക്കെ ആയി, അൽഹംദുലില്ലാ. ആരോഗ്യമൊക്കെ ആയപ്പോ നല്ല തടിയും ഒക്കെ ആയി, നല്ല ആകാര സൗട്ടവമായി, കൂവത്തായി. ഖുർആൻ പറയാണ് സൂറത്ത് റൂം 54-ാമത്തെ ആയത്ത്, അങ്ങോട്ട് കൂവത്ത് വന്നു, ശക്തി അങ്ങോട്ട് വന്നു. ഈ ശക്തിയൊക്കെ അങ്ങോട്ട് വന്നപ്പോ പിന്നെന്താ, നമ്മളെല്ലാം മതിമറന്നു. പക്ഷെ അള്ളാഹു നേരെ വീണ്ടും അള്ളാഹു തആല ആയുസ് നീട്ടിക്കൊടുത്താൽ നേരെ കീപ്പോട്ട് കൊണ്ടുവരുമെന്ന് പിന്നീട് അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണക്ക് അള്ളാഹു തആല വീണ്ടും അതേ കോലത്തിൽ കൊണ്ടുവന്ന് പ്രായമായപ്പോ മക്കള് വിളമ്പി തന്നാലേ കഴിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഒരു സൈഡിൽ ഇരുന്നിട്ട് നിലവിളിക്കാനേ പറ്റുള്ളൂ. വീൽ ചെയറിൽ ഇരുന്നിട്ട് ഒരേ കിടപ്പാണ്. അവര് വന്നാലേ മലമൂത്ര വിസർജനം ചെയ്തത് മാറ്റാൻ പറ്റുള്ളൂ. ചെറിയ പ്രായത്തിന്റെ അവസ്ഥ അല്ല വലിയ പ്രായത്തിലും തന്നു. അല്ലാഹ് എത്ര അർത്ഥവത്തായിട്ടാണ് നമ്മോട് പറഞ്ഞത്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ്, ബലഹീനതയിൽ നിന്ന് നിങ്ങളെ പടച്ചു. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, പിന്നെ നിങ്ങൾക്ക് ശക്തി തന്നു. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫ, വീണ്ടും നിങ്ങൾക്ക് അല്ലാഹ് ബലഹീനത തന്നു. ഇത് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നതാ. നമുക്ക് എന്ത് ശക്തി ഉണ്ടെന്നായി പറയുന്നേ? നമുക്ക് എന്ത് ശക്തിയാ ഉള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ബലഹീനത റബ്ബിന്റെ മുമ്പിൽ അങ്ങോട്ട് വിളമ്പി കൊടുക്കുക. നമ്മൾ പറഞ്ഞില്ലെങ്കിലും അവനറിയാം. പക്ഷേ ഞാൻ നിസാരനാണ്, എനിക്കത് അറിയാം, എനിക്ക് ബോധ്യമുണ്ട് തമ്പുരാനെ എന്ന് പടച്ചവന്റെ മുന്നിൽ നാം തുറന്നങ്ങോട്ട് പറയുക. അങ്ങനെ തുറന്നു പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്ത് ചെയ്യുമെന്ന്. നാളെ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നത് ബുധനാഴ്ച എന്ത് ചെയ്യുമെന്നല്ല. ബുധനാഴ്ച എന്ത് ചെയ്യുമെന്നല്ല. ഇന്ന് ചൊവ്വയല്ലേ, ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? നിങ്ങളെന്താ ഈ മിണ്ടാതിരിക്കുന്നേ? കാസർഗോഡ് മാറ്റമുണ്ടോ? കാസർഗോഡ് മാറ്റമുണ്ട്. ഞാൻ പലപ്പോഴും കുഴഞ്ഞിട്ടുണ്ടോ ആ വിഷയത്തിൽ? എന്താണെന്നറിയോ, ഇവിടെ ഇന്ന് നിങ്ങൾ പറഞ്ഞ ബുധനാഴ്ച എന്നാണ് അല്ലേ? ഇവിടെ അല്ലെങ്കിൽ കുറച്ചെത്തി അങ്ങോട്ട് മാറിയിട്ട് മംഗലാപുരം ഭാഗത്തേക്ക് പറയുന്നത് ചൊവ്വാഴ്ച അസ്തമിച്ച് ബുധനാഴ്ച രാത്രി എന്നാ പറയുന്നത്. ശരിയാണത്, അത് ശരിയാണ്. വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞത് വ്യാഴാഴ്ച മഗ്‌രിബ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവായി. വെള്ളിയാഴ്ച എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് അന്ന് സൂറത്തുൽ കഹ്ഫ് സുന്നത്താണ്, ഒക്കെയാണ്, മഗ്‌രിബ് പോലെ ഓതാം. പക്ഷേ ഇന്ന് ഈ പറയുന്ന ചൊവ്വാഴ്ച അസ്തമിച്ച് ബുധനാഴ്ച രാവ് തുടങ്ങി. ഇനി നാളെ എന്ന് ഖുർആൻ പറഞ്ഞത് നാളത്തെ പകലല്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ എന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയില്ലെന്നാണ്. ഞാനിപ്പോ 2 പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞുള്ളൂ. ഇനി ഒരു പ്രവാചകൻ സക്കരിയ നബി ഇരിക്കുന്നുണ്ട്. അത് പറയാൻ പറ്റുമെന്ന് എനിക്ക് വല്ല ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വല്ല ഉറപ്പുണ്ടോ? പിന്നെ അല്ലേ ബാക്കി കാര്യങ്ങള്? ഒരു ഉറപ്പില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. അതാ പറഞ്ഞത്, ഈ കഴിവില്ലാത്ത മനുഷ്യൻ, നാളെ എന്താകുമെന്ന് ഒന്നും അറിയാത്ത മനുഷ്യൻ പാസ്പോർട്ട് എടുക്കുന്നു, വിസ അടിക്കുന്നു, ടിക്കറ്റ് എടുക്കുന്നു, പക്ഷേ പോകുന്നതിന്റെ തലേ ദിവസം മരിക്കുന്നു. ഈ മരിക്കുമെന്ന് അവൻ അറിയുമെങ്കിൽ ഈ പാസ്പോർട്ട് എടുക്കുവോ 5000 രൂപ മുടക്കി? ഈ വിസ എടുക്കുവോ 50,000 രൂപ മുടക്കി? ഈ ടിക്കറ്റ് എടുക്കുവോ 35,000 രൂപ? അല്ലെങ്കിൽ എയർലൈൻസിന്റെ കൊള്ള ലാഭത്തിന് എടുക്കുവോ? എടുക്കൂല. ഇതൊന്നും നമ്മൾ ചെയ്യില്ല. 1 ലക്ഷം അങ്ങനെ പോയില്ലേ?
നമ്മൾ മരിക്കുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ഈ 1 ലക്ഷം രൂപ മക്കൾക്ക് മാറ്റി വെക്കൂലായിരുന്നോ? ഇത്രയും നമുക്ക് ശക്തിയില്ലാത്ത, ഇത്രയും അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്യുമെന്ന് ഒരറിവുമില്ലാത്ത നമ്മളാണോ പടച്ചവന്റെ മുമ്പിൽ വലിയ ആളായിട്ട് ചമയുന്നത്? അല്ല. അതുകൊണ്ട് പറ, സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ ളാലിമാണ്, ഞാൻ ദുൽമ ചെയ്തവനാണ്. അങ്ങനെ നമ്മുടെ ളുഅഫങ്ങ് പറഞ്ഞാ അല്ലാഹ് പറയുന്നു, അവന് നാം ഉത്തരം കൊടുക്കുന്നു. വനജൈനാഹു മിനൽ ഗം, അവൻ അനുഭവിക്കുന്ന മനക്ലേശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ പ്രവാചകൻ ദുആ ചെയ്യേണ്ട രീതിയാണ്. മൂന്നാമത്തേത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. എന്താ സക്കരിയ നബിയുടെ പ്രത്യേകത? കേക്കിൻ. സക്കരിയ നബി അലൈഹിസ്സലാം അനുഭവിച്ച വിഷമം ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അനുഭവിക്കുന്നുണ്ടാവും. മക്കളില്ലായിരുന്നു. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം, ഇമ്രാനും ഹന്നയും എന്ന് പറയുന്ന 2 ദമ്പതികളാണ്. ഇമ്രാനും ഹന്നയും ദമ്പതിമാരാണ്. അവർക്ക് മക്കളില്ല. ജീവിതത്തിൽ വലിയ ഒരു പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ ഒരു വിഷമമായിരുന്നു മക്കളില്ലാത്തത്. അങ്ങനെ അവര് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്താണ് താമസം. അങ്ങനെ ഇമ്രാന് വലിയ ആഗ്രഹം ഒരു കുഞ്ഞുണ്ടാകണം, ഹന്നയ്ക്കും അതുപോലെ തന്നെ ഒരു ആഗ്രഹം കുഞ്ഞുണ്ടാകണം. അങ്ങനെ അവരാഗ്രഹിച്ചിരുന്നിട്ട് മക്കളില്ലാതെ വന്നപ്പോ സങ്കടങ്ങളായി ഒരുപാട് ദുആ ചെയ്ത് ഒരുപാട് പ്രാർത്ഥിച്ചൊക്കെ അവസാനം ഹന്ന ഗർഭിണിയായി. ഹന്ന ഗർഭിണിയായപ്പോ വലിയ സന്തോഷമായി. ഹന്ന പറഞ്ഞു, എനിക്കുള്ളത് ആൺകുട്ടിയാണെങ്കിൽ എന്റെ മോനെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖാദിമാക്കി മാറ്റിയേക്കാം, അവിടത്തെ മുഖ്രിയാക്കി മാറ്റിയേക്കാം, അല്ലെങ്കിൽ അവിടത്തെ ഒരു സെർവന്റ് ആക്കി മാറ്റിയേക്കാം നിയ്യത്ത് വെച്ചു. പക്ഷേ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ജനിക്കുന്നത്, മകളായി പോയി ജനിച്ചത്, പേര് മറിയം. മറിയം എന്ന പേരുള്ള പൊന്നുമോള് ജനിച്ചു ഹന്ന ബീവിക്ക്. അത് കാണാൻ ഇമ്രാൻ ഉണ്ടായിരുന്നില്ല, അവര് മരണപ്പെട്ടു പോയി. അങ്ങനെ ഹന്ന ബീവി ഈ മറിയം ബീവിയെ വളർത്തി വലുതാക്കി. എന്നാലും വേണ്ടൂല, എന്റെ നീയത്ത് അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ആ പള്ളിയിൽ മെഹ്റാബിൽ കൊണ്ടുവന്നാക്കി. ആരെ ഏൽപ്പിച്ചു? അവിടുത്തെ പണ്ഡിതന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ ഹന്നാ ബീവിയുടെ മോള് മറിയം ബീവിയെ വളർത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവരും വന്നു. അവസാനം നറുക്കിട്ടപ്പോ നറുക്ക് വീണത് സക്കരിയ എന്ന പേരുള്ള ഹന്നാ ബീവിയുടെ അനുജത്തിയുടെ കെട്ടിയോനായിരുന്നു പേര് വീണത്, അഥവാ സക്കരിയ നബി അലൈഹിസ്സലാം. അങ്ങനെ ആ ഇളയച്ചി അല്ലേ, ഇവിടെ അങ്ങനെ ഇളയച്ചിന്നല്ലേ പറയണ, ഇളയച്ചി മൂത്തച്ചി അല്ലേ, അപ്പൊ ഇളയതിനെ കല്യാണം കഴിച്ച സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പേര് വീണു. അങ്ങനെ സക്കരിയ നബിയുടെ ആ ഉത്തരവാദിത്വത്തിൽ മറിയം ബീവി അവിടെ വളർന്നു വരുന്നു. അത്ഭുതങ്ങൾ പലതും കാണുന്നു. എന്തത്ഭുതം? ആ കാലഘട്ടത്തിൽ കിട്ടാത്ത, ആ സമയത്ത് കിട്ടാത്ത അത്ഭുതകരമായ പഴവർഗ്ഗങ്ങൾ മെഹ്റാബിൽ കണ്ടപ്പോ, അന്നാ ലക്കി ഹാദാ, ഇത് എവിടെന്നാടി മറിയമേ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഓമിന് എന്തില്ല, ഇതെന്റെ പടച്ചോൻ തന്നതാന്നൊക്കെ പറഞ്ഞപ്പോ അത്ഭുതം തോന്നി. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരാഗ്രഹം മുട്ടിട്ടു, എനിക്കൊരു കുഞ്ഞുണ്ടായെങ്കിലെന്ന്, എനിക്കൊരു കുഞ്ഞുണ്ടായെങ്കിലെന്ന്. പക്ഷേ സാധ്യതയില്ല, സാധ്യതയില്ല. എന്തുകൊണ്ടെന്നറിയോ? ഇംറഅതി ആഖിറ, എന്റെ ഭാര്യ മലടിയാണ്, എന്റെ ഭാര്യ മലടിയാണ്. മലടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? പ്രസവിക്കാത്തവർ എന്താ പറയുക? മച്ചി അല്ലേ? മച്ചി. നിങ്ങൾ പറഞ്ഞോളെ, നമ്മൾ ചീത്ത വിളിക്കുന്നില്ല. ചില വാക്കുകൾ കാസർഗോട്ടത്തെ ചില വാക്കുകളൊക്കെ തിരുവനന്തപുരത്ത് ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളെ നാട്ടിലെ ചില വാക്കുകൾ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ അടുത്ത വർഷത്തെ വാഴല്ല, ഈ വർഷം തന്നെ നിർത്തിപ്പൊക്കോളാൻ പറയും. അങ്ങനെ അർത്ഥം, വളരെ മോശമുള്ള അർത്ഥമുള്ള വാക്കുകളുണ്ട്. അതൊക്കെ വഖ്തിലാഫു അൽസിനത്തിക്കും, ഭാഷാ വൈവിധ്യം തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഏതാണെങ്കിലും എന്റെ സഹോദരങ്ങളെ, മച്ചി എന്ന് നമ്മുടെ നാട്ടിൽ പറയും, മലടി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. അഥവാ പ്രസവിക്കാത്തവൾ, യൂട്രസ് ഇല്ലാത്തവളോ യൂട്രസിൽ എന്തെങ്കിലും വിഷയമുള്ളവളോ, അല്ലെങ്കിൽ ഈ പ്രസവിക്കേണ്ട ആ സ്ത്രീത്വം നഷ്ടപ്പെട്ട ഏതെങ്കിലും അവസ്ഥയോ, അങ്ങനെ മക്കളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ എങ്ങനെ ആഗ്രഹിച്ചിട്ട്? പിന്നെ ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ ആഗ്രഹിച്ചിട്ട്? പക്ഷേ സക്കരിയ നബി അലൈഹിസ്സലാം പ്രതീക്ഷ കൈവിട്ടില്ല.
സക്കരിയാ നബി പ്രതീക്ഷ കൈവിട്ടില്ല. അല്ലാഹു പൊന്നുമക്കളെ തരാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, കുസുമങ്ങളില്ലാത്ത എന്റെ പ്രിയപ്പെട്ടവരെ ശലഭങ്ങളാകുന്ന മക്കളില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ നീട്ടിക്കോ, പടച്ചവന് തരും, ഒരു സംശയവുമില്ല. എന്ത് തടസ്സമുണ്ടെങ്കിലും അല്ലാഹു ആ തടസ്സം മാറ്റി മക്കളെ തരും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സക്കരിയാ നബി അലൈഹിസ്സലാം. സക്കരിയാ നബി ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? ഓ സക്കരിയാ നബിയെ, സക്കരിയാ നബിയെ പറ്റി ഓർക്കുക. ഇതിനാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദാ വഅന്ത ഖൈറുൽ വാരിസീൻ. ഈ ദുആ എഴുതി വെച്ചോ മക്കളില്ലാത്തവർ. റബ്ബി ലാ തദർനി ഫർദാ വഅന്ത ഖൈറുൽ വാരിസീൻ. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ? അല്ലാഹുവേ റബ്ബി ലാ തദർനി ഫർദാ, എന്നെ ഒറ്റയ്ക്കാക്കി കളയല്ല റബ്ബേ. വഅന്ത ഖൈറുൽ വാരിസീൻ, അനന്തരാവകാശികളെ കൊടുക്കുന്നവരിൽ മെച്ചപ്പെട്ടവനാണ്, നിനക്കതിന് കഴിയുമല്ലാ. എനിക്ക് സന്താനങ്ങളെ തരണേ റബ്ബേ എന്ന് മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, ഇത് ലൈവിലൂടെ വിദേശ രാജ്യത്തും സ്വദേശത്തും ഇരുന്ന് കാണുന്നവരെ, നിങ്ങളിൽ, നിങ്ങളുടെ കൂടപ്പിറപ്പുകളിൽ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ സഹോദരാ എഴുതി വെച്ചോ, അല്ലാഹുവിന്റെ മറുപടി വരികയാ. ഫസ്തജബ്നാ ലഹു, മഹാനായ സക്കരിയാ നബിക്ക് നാം ഉത്തരം കൊടുത്തു. വവഹബ്നാ ലഹു യഹ്യാ, മഹാനായ യഹ്യാ നബി എന്ന മകനെ നാം സക്കരിയാ നബിക്ക് കൊടുത്തു. സക്കരിയാ നബിക്ക് കിട്ടിയ മകന്റെ പേര് യഹ്യാ. രണ്ടുപേരും പ്രവാചകന്മാരാ. അല്ലാഹു തആല സക്കരിയാ നബിക്ക് കൊടുത്ത പൊന്നുമോൻ യഹ്യാ തന്റെ ഭാര്യയുടെ ഗർഭാശയത്തിൽ വളർന്നില്ലേ? ഏത് ഗർഭാശയമാണ്? എന്റെ ഭാര്യ മച്ചിയാണ്, മലടിയാണ് എന്ന് പറഞ്ഞ ആ ഭാര്യയുടെ ഗർഭാശയത്തിൽ യഹ്യാ നബിക്ക് ജന്മം കൊടുത്ത അല്ലാഹ്. എന്തുകൊണ്ടാണ് സക്കരിയാ നബി അലൈഹിസ്സലാമിന്റെ ദുആ വിശുദ്ധമായ സൂറത്തു മറിയമിൽ അത് പറയുന്നുണ്ട്. സക്കരിയാ നബി വളരെ രഹസ്യമായി ദുആ ചെയ്തു എന്ന കാരണം, പ്രായം ഇത്രയായിട്ട് ഇനിയും മക്കൾക്ക് വേണ്ടി ദുആ രക്കുന്നത് ആരെങ്കിലും കേട്ടാ നാണക്കേടല്ലേ? മാത്രമല്ല, ഭാര്യ മലടിയായിരിക്കവേ, മച്ചിയായിരിക്കവേ ദുആ ചെയ്താൽ നാണക്കേടല്ലേ? അല്ലെങ്കിൽ തന്നെ എങ്ങനെ ആയിരുന്നു ഒന്ന് ദുആ രക്കുക? അതുകൊണ്ട് വളരെ രഹസ്യമായി അല്ലാഹുവിനോട് ദുആ ചെയ്തു. സഹോദരങ്ങളെ, അല്ലാഹു ഉത്തരം നൽകി. പടച്ചവൻ നമ്മുടെ ഹൃദയത്തിന്റെ വേദന അറിയുന്നവനല്ലേ? കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലും കുടിനീര് കൊടുക്കുന്നവനല്ലേ? കാരിരുമ്പ് പോലത്തെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ പോലും കണ്ണുനീർ പ്രവാഹങ്ങളെ പുറപ്പെടുവിക്കുന്നവനല്ലേ? അതുപോലെ നിശയുടെ നിശബ്ദതയിൽ, ഇരുളിന്റെ ചുരുളിൽ, കോൺക്രീറ്റ് സൗധത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കറുത്ത മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഉണ്ടാകുന്ന ചിന്തകളെ പറ്റി അറിയുന്നത് റബ്ബല്ലേ? ഈ പടച്ചതമ്പുരാ കരിമ്പാറക്കെട്ടിന്റെ അകത്തളത്തിലൂടെ ചെറിയ ചെറിയ കാലുകൾ വെച്ച് നടന്നു നീങ്ങുന്ന കൊച്ചു ഉറുമ്പുകളെ എല്ലാ ചലനങ്ങളും അറിയുന്ന അല്ലാ, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പറിയുന്ന അല്ലാ, നമ്മുടെ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം കാണുന്ന അല്ലാഹ്, യഅലമു ഖായിനത്തൽ അയുനി, കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം അറിയുന്ന അല്ലാഹ്, വമാ തുഖ്ഫി സുദൂർ, വാരിയല്ലിന്റെ ഉള്ളറകളിൽ ഇരിക്കുന്ന നെഞ്ചകത്തുള്ള ചലനങ്ങൾ അറിയുന്ന, ചിന്തകൾ അറിയുന്ന പടച്ചതമ്പുരാനല്ലേ? അവൻ നമ്മുടെ സൃഷ്ടാവല്ലേ? അതുകൊണ്ട് അവൻ നമുക്ക് ഉത്തരം തരും. പക്ഷേ എന്ത് വേണമെന്നറിയോ? സക്കരിയാ നബിയിലൂടെ ദുആയുടെ മര്യാദ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? പടച്ചവനെ, നീ അനന്തരാവകാശികളെ കൊടുക്കുന്നവനാണ് എന്ന് മൂന്നാമതായ പ്രവാചകൻ സക്കരിയാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്. ദുആയുടെ മൂന്നാമത്തെ മര്യാദയാണ്, ഞാൻ ചോദിക്കുന്ന കാര്യം നീ തന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ അല്ലാഹു പറഞ്ഞു കൊടുക്കുക. അള്ളാഹ്ക്ക് അറിയാത്തതൊന്നും അല്ല. പക്ഷേ പടച്ചവനെ, എനിക്കിപ്പോ എന്റെ മകനെ ഗൾഫിൽ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മകനെ ഗൾഫിൽ വിടണം.
ആ ഒരു ദുആക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ദുആ ഇറക്കുന്ന ഒരാൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? പടച്ചവനെ നീ കരുണയുള്ളവനാണ്, ഇത്രയും നാൾ എന്റെ മകനെ പോറ്റാനും എന്റെ മകനെ പ്രസവിക്കാനും എന്റെ മകനെ ആരോഗ്യത്തോടുകൂടി അവനെ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിക്കാനും നീ എനിക്ക് തൗഫീക്ക് തന്നല്ലോ. നീ എത്ര കരുണയുള്ളവനാ തമ്പുരാനെ. പടച്ചവനെ ഞാൻ ഒരു അബലയാണ്, ഞാനൊരു പാവപ്പെട്ടവളാണ്. അല്ലാഹുവേ എനിക്ക് നിവൃത്തിയില്ല, എനിക്ക് നിർവാഹമില്ല. പടച്ചവനെ ഞാൻ നിന്റെ ഒരു അടിമയാണല്ലോ. പടച്ചവനെ എന്റെ ഈ ദുആ നീ കേൾക്കണേ അല്ലാ. എന്റെ മകൻ ഒന്ന് പോയി രക്ഷപ്പെട്ടാൽ 2-3 പെൺമക്കൾ എനിക്കിരിക്കുന്നു, അവർക്ക് ഒരു വിവാഹം നടന്ന് കാണാൻ, ഒരു ചെറിയ വീട് വെക്കാൻ. അല്ലാഹുവേ എന്റെ മകൻ അത് കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ നീ സബബുകൾ കൊണ്ടാണല്ലോ ദുനിയാവിൽ ഓരോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഈ മകൻ പോകാതെ ഇവിടെ നിന്നാൽ അല്ലാഹുവേ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങളുടെ സഹോദരിമാരുടെ എന്റെ പെൺമക്കളുടെ വിവാഹങ്ങൾ നടക്കാനുണ്ട്. ഇതൊക്കെ റബ്ബിന്റെ മുന്നിൽ അങ്ങോട്ട് ഒരിച്ചു കൊടുക്കുക. ഇതാണ് സക്കരിയ നബി അലൈഹി സ്വലാം പറഞ്ഞത്. അല്ലാ ലാ റബ്ബി ലാ തദർനി ഫർദ, നീ എന്നെ ഒറ്റക്കാക്കി കളയല്ലേ റബ്ബേ. വഅന്ത ഖൈറുൽ വാരിസീൻ, നീ അനന്തരാവകാശികളെ കൊടുക്കുന്നവനാ, എനിക്കിതില്ലാതെ പോയാൽ വലിയ ദുരന്തമാണ്. അല്ലാഹുവേ നീ തരണേ എന്ന് പറഞ്ഞ സക്കരിയ നബി അലൈഹിസ്സലാം. അപ്പൊ ദുആ ചെയ്യുന്ന ഒരാള് ചെയ്യേണ്ട 3 കാര്യം: 1, റബ്ബിനെ പരമാവധി പുകഴ്ത്തി പറയുക. 2, നമ്മുടെ ബലഹീനതയെ അള്ളാഹുവിന്റെ മുമ്പിൽ വിവരിച്ചു കൊടുക്കുക. 3, ഈ ചോദിക്കുന്ന കാര്യം കിട്ടിയില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന അനന്തര ഫലങ്ങളെ സംബന്ധിച്ച് നാം ബോധവാന്മാരാണ് എന്ന് അള്ളാഹുവിനെ ധരിപ്പിക്കുക. ഈ 3 കാര്യം നമ്മൾ ചെയ്താൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ദുആ ഉത്തരം ലഭിക്കും. അല്ലാഹു അങ്ങനെ ഉത്തരം ലഭിക്കുന്ന സാലിഹീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം ഇനി 1/2 മണിക്കൂർ മാത്രമാണ്, കൂടിപ്പോയ 3/4 മണിക്കൂർ. അതിന്റെ ഉള്ളിൽ നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാ, ഈ ദുആയുടെ രീതി ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴും തൊട്ടടനെയുള്ള ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഈ അയ്യൂബ് നബിയുടെ ദുആ ഞാൻ സ്വീകരിച്ചതും ഈ യൂനുസ് നബിയുടെ ദുആ ഞാൻ സ്വീകരിച്ചതും ഈ സക്കരിയ നബിയുടെ ദുആ ഞാൻ സ്വീകരിച്ചതിന്റെയും കാരണം ഇവർക്ക് 3 ക്വാളിറ്റി ഉണ്ടായിരുന്നു. 3 ക്വാളിറ്റി. എന്ത് ക്വാളിറ്റിയാണ്? ആ ഒരു വിഷയം കൂടി ഇൻഷാ അല്ലാഹ് കിട്ടുന്ന സമയമനുസരിച്ച് പറഞ്ഞ് നമുക്ക് വളരെ സുപ്രധാനമായ 2-3 വിഷയങ്ങൾ നിങ്ങളെ ഉണർത്താനുണ്ട്. അത് ഉണർത്തി നമുക്ക് ദുആ ചെയ്യാം. എന്താ അല്ലാഹു പറഞ്ഞത്? സൂറത്തുൽ അംബിയ 89 മുതലുള്ള ആയത്താണ്. വീട്ടിൽ ചെന്നിട്ട് ഖുർആൻ എടുത്തൊന്ന് നോക്ക്. ഈ പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒന്ന് ഉറപ്പ് വരട്ടെ, ഒന്ന് ബോധം വരട്ടെ, ഒന്ന് നമ്മുടെ മനസ്സിൽ നമുക്കത് ഒന്ന് ആ മനസ്സിൽ നമുക്കൊന്ന് രൂഢമൂലമാകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ അതൊന്ന് ഹൃദയസ്പൃക്കായി നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റട്ടെ. വിശുദ്ധ ഖുർആനിലെ ആ ആയത്തുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി. 89 മുതലാണെന്ന് എന്റെ ഓർമ്മ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഈ പ്രവാചകന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഈ അയ്യൂബ് നബിക്കും ഈ യൂനുസ് നബിക്കും ഈ സക്കരിയ നബിക്കും ഉണ്ടായിരുന്ന ക്വാളിറ്റി എന്താണ്? അല്ലാഹു പറയുന്നു, ഇന്നഹും യുസാരിഊന ഫിൽ ഖൈറാ വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. അല്ലാഹു പറയുകയാണ്, ഒന്നാമത്തേത് അവരുടെ പ്രത്യേകത എന്തെന്നറിയോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാ, അവരും നന്മയിൽ മുന്നേറുന്നവരായിരുന്നു, അവരും നന്മകളിൽ ധൃതി വെക്കുന്നവരായിരുന്നു, അവർ ഏറെ സൽക്കർമ്മം കണ്ടാലും പെട്ടെന്ന് ചാടി വീഴുന്നവരായിരുന്നു. അത് പള്ളിക്ക് ഇത്തിരി പൈസ വേണമെന്ന് പറഞ്ഞാൽ വലത്തോട്ടും ഇടത്തോട്ടും പിന്നിലോട്ട് തിരിഞ്ഞു നോക്കൂല, ചാടി എഴുന്നേറ്റുകൊണ്ട് പറയും ഞാനത് കൊടുത്തോളാ. കാരണം അവര് നന്മയിൽ മുന്നേറുന്നവരായിരുന്നു. ബാങ്കിന്റെ നാദം കേൾക്കുമ്പോൾ പെട്ടെന്ന് പള്ളിയിലേക്ക് പോകുന്നവരായിരുന്നു. പരിശുദ്ധമായ റമളാന്റെ പിറ കാണുമ്പോൾ പെട്ടെന്ന് നോമ്പ് പിടിക്കുന്നവരായിരുന്നു. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാണ്. ളുഹായുടെ ടൈമിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാ. ഏത് നന്മയുടെ വിഷയത്തിലും അവർ മുന്നേറുന്നവരായിരുന്നു. അങ്ങനെ ഒരു മുന്നേറ്റം വേണം പ്രിയപ്പെട്ടവര്. ഏത് വിഷയം കേട്ടാലും പെട്ടെന്ന് നമ്മളത് ചെയ്യാനുള്ള താല്പര്യം നമുക്ക് ഉണ്ടാകണം. അങ്ങനെയായിരുന്നു സക്കരിയ നബി, അങ്ങനെയായിരുന്നു യഹ്യ, അങ്ങനെയായിരുന്നു അയ്യൂബ് നബി, അങ്ങനെയായിരുന്നു യൂനുസ് നബി അലൈഹിസ്സലാം. അവർ കാനൂ യുസാരിഊന
യുസാരിഊന ഫിൽ ഖൈറാത്തി, ഏത് നല്ല കാര്യങ്ങളിലും ധൃതിയായി അവർ ചെയ്യുന്നവരായിരുന്നു. അവർക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അവർക്ക് നീയത്ത് നല്ലതാണ്, അതുകൊണ്ട് തന്നെ അവർ ചാടി വീഴുമായിരുന്നു സുഹൃതങ്ങളിൽ. ആ ഒരു നല്ല പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അർത്ഥവത്തായി നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ബാദിറൂ ബിൽ അഅമാലി സബ്ആ, 7 അവസ്ഥ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ അമലുകളിൽ ധൃതിയാവുക. 7 അവസ്ഥകൾ നിങ്ങൾക്ക് വരും, ആ വരുന്നതിന് മുമ്പ് നിങ്ങൾ അമലുകളിൽ ധൃതിയാകണേ. 7 കാര്യങ്ങൾ നിങ്ങൾ നേരിടേണ്ടവരാണ്. അതിനു മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് ലോകത്തോട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. 7 കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ആ നേരിടുന്ന 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴാണ് എത്തിച്ചേരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് നാം എന്തു വേണം? കൃത്യമായി നമ്മൾ അമലുകളിൽ മുന്നേറണമെന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, അതിന് അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.